PSC ഡയറിയിലേക്ക് സ്വാഗതം. 2024 സെപ്റ്റംബറിൽ നടന്ന SI അഥവാ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിന്റെ മെയിൻസ് പരീക്ഷയുടെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നത്. ഇതുപോലെ അടുത്തിടെ നടന്നിട്ടുള്ള എല്ലാ ഡിഗ്രി ലെവൽ പരീക്ഷകളുടെയും ഇംഗ്ലീഷ്, മലയാളം എന്നിവയുടെ ക്വസ്റ്റ്യൻസ് പ്രത്യേകം ഇതുപോലെ ക്ലാസ് ആയിട്ട് ഇടുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഇത്തരം ക്ലാസ്സുകൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അതുമാത്രമല്ല, ഒരു പ്രോത്സാഹനം എന്ന നിലയ്ക്ക് നിങ്ങൾ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. ഇത് കാറ്റഗറി നമ്പർ 127/24 ആണ്. ഇത് 2024 സെപ്റ്റംബറിൽ നടന്ന SI പരീക്ഷയുടെ ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ 81ാമത്തെ ചോദ്യം നോക്കുക. ഫിൽ ഇൻ ദ ബ്ലാങ്ക് വിത്ത് ദ കറക്റ്റ് വേർഡ് എന്നാണ്. ദ സ്റ്റോറി ഈസ് ദാറ്റ് ദെർ ഹാസ് ബീൻ എ ഗ്രേറ്റ് ഡാഷ് ഡിസ്റപ്ഷൻ ഡെല്യൂഗ് എന്ന് കൊടുത്തിട്ടുണ്ട്. ദ സ്റ്റോറി ഈസ് ദാറ്റ് ദെർ ഹാസ് ബീൻ എ ഗ്രേറ്റ് ഡാഷ് ഡിസ്റപ്ഷൻ എ ഡെല്യൂഗ്. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ A ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അതായത് ക്ലൈമാറ്റിക് എന്നുള്ളതാണ് ഇവിടെ ആപ്റ്റായിട്ട് വരുന്ന ഒരു വാക്ക് എന്ന് പറയുന്നത്. ഈ ഡിസ്റപ്ഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തടസ്സം എന്നാണ്. അതേപോലെ ഡെല്യൂഗ് എന്ന് പറഞ്ഞാൽ മഹാമാരി എന്നാണ്. ക്ലൈമാറ്റിക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മൂർധന്യത്തിലെത്തുന്ന എന്നാണ്. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് 81ന്റെ ആൻസർ ആയിട്ട് വരുന്നത് ക്ലൈമാറ്റിക് എന്നുള്ളതാണ്. അത് ഓപ്ഷൻ എയിലാണ് വരുന്നത്, അല്ലേ? ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ നോക്കുക. നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ഫസ്റ്റ്, സെക്കൻഡ് ഇങ്ങനെയൊക്കെ കണ്ടതിന് ശേഷം ഇവിടെ നോക്കുക. അപ്പോൾ നമുക്ക് ഇത്തരത്തിലൊരു ക്വസ്റ്റ്യനിൽ തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ബബിൾ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് മാത്രമാണ് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ബബിൾ ചെയ്യേണ്ടത്. അപ്പോൾ നോക്കുക. ദ സ്റ്റോറി ഈസ് ദാറ്റ് ദെർ ഹാസ് ബീൻ എ ഗ്രേറ്റ് ക്ലൈമാറ്റിക് ഡിസ്റപ്ഷൻ എ ഡെല്യൂഗ്. അടുത്ത ഒരു 82ാമത്തെ ചോദ്യം നോക്കാം നമുക്ക്. ആഡ് എ സ്യൂട്ടബിൾ ക്വസ്റ്റ്യൻ ടാഗ് എന്നാണ്. ക്വസ്റ്റ്യൻ ടാഗ് ആണ്, അല്ലെ? ക്വസ്റ്റ്യൻ ടാഗ് നമ്മൾ പഠിച്ചിരുന്നാൽ വളരെ സിമ്പിളായിട്ട് ഒരു മാർക്ക് കിട്ടുന്നതാണ് ക്വസ്റ്റ്യൻ ടാഗ്. അപ്പോൾ എന്താണ്? വെയിറ്റ് എ മിനിറ്റ് ഡാഷ് സംബഡി. അതാണ് ഒന്നാമത്തെ ഒരു ഇതായിട്ട് കൊടുത്തിരിക്കുന്നത്. വെയിറ്റ് എ മിനിറ്റ്. അവിടെ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ടാഗ് നമ്മൾ ചേർക്കണം. അടുത്ത രണ്ടാമത്തേത് സംബഡി ഹാസ് കോൾഡ്, അല്ലെ? അവിടെയും അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ടാഗ് ചേർക്കണം. അപ്പോൾ അവരിവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതാണ് ആപ്റ്റ് ആയിട്ടുള്ളതെന്നാണ് നമ്മൾ ചേർക്കേണ്ടത്. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് നന്നായിട്ട് അറിയാവുന്നവർക്കറിയാം. ഇതിൽ ശരിക്കും ആപ്റ്റായിട്ട് വരുന്നത് ആദ്യത്തേതിന് വെയിറ്റ് എ മിനിറ്റ് എന്ന് പറഞ്ഞാൽ അതിന് ആപ്റ്റായിട്ട് വരുന്നത് ക്യാൻ യു എന്നുള്ളതാണ്. അതേപോലെ സംബഡി ഹാസ് കോൾഡ് എന്നുള്ളത് അവിടെ ഹാവിൻ ദേ എന്നുള്ളതാണ് ഇവിടെ ആപ്റ്റായിട്ട് വരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഈ സെക്കൻഡ് വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. അപ്പോൾ 82ന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. 83ാമത്തെ ക്വസ്റ്റ്യൻ ഇൻസർട്ട് സ്യൂട്ടബിൾ ആർട്ടിക്കിൾസ് എന്നുള്ളതാണ്, അല്ലെ? ആർട്ടിക്കിൾസ്. അപ്പോൾ നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻ ടാഗിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ കണ്ടു, അല്ലെ? ആർട്ടിക്കിൾസ് അടുത്തത് വന്നു, അല്ലെ? നോക്കുക. ടൈഗർ ആനിമൽ ഈക്വൽ ടു ലയൺ ഇൻ സൈസ് ഈസ് നേറ്റീവ് ഓഫ് ഏഷ്യ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ആർട്ടിക്കിളൊന്നും ചേർത്തിട്ടില്ല. സത്യം പറഞ്ഞാൽ ആർട്ടിക്കിളൊന്നും ഇതിനകത്ത് ചേർത്തിട്ടില്ല. അപ്പോൾ നമ്മൾ ആർട്ടിക്കിൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം. ഇത് വായിക്കുമ്പോൾ തന്നെ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ടൈഗർ ആനിമൽ ഈക്വൽ ടു ലയൺ ഇൻ സൈസ് ഈസ് നേറ്റീവ് ഓഫ് ഏഷ്യ എന്നുള്ളത്. ഇവിടെ ആക്ച്വലി വരേണ്ട ആർട്ടിക്കിൾ ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ വരേണ്ട ആർട്ടിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടൈഗർ എന്നല്ല, ദ ടൈഗർ എന്നാണ് നമ്മൾ സാധാരണ പറയാറുള്ളത്, അല്ലേ? ദ ടൈഗർ ആൻ ആനിമൽ, അല്ലേ? ദ ടൈഗർ ആൻ ആനിമൽ ഈക്വൽ ടു ദ ലയൺ എന്നാണ്, അല്ലേ? പിന്നെ ഈസ് എ നേറ്റീവ് ഓഫ് ഏഷ്യ എന്നാണ് വരേണ്ടത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതാണ് ഓപ്ഷൻ, അല്ലേ? സെക്കൻഡ് ആണ്. എങ്ങനെയാണ്? ദ ടൈഗർ ആൻ ആനിമൽ ഈക്വൽ ടു ദ ലയൺ ഇൻ സൈസ് ഈസ് എ നേറ്റീവ് ഓഫ് ഏഷ്യ എന്ന് പറയുന്നത്. അപ്പോൾ സെക്കൻഡ് ആണ്. അപ്പോൾ സെക്കൻഡ് ഉള്ളത് ഇവിടെ ഏതാണ്? അത് ഡി ഓപ്ഷനിലാണ് സെക്കൻഡ് വരുന്നത്, ഡി ഓപ്ഷനിൽ. അടുത്ത 84ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് കറക്റ്റ് എന്നാണ്. ഈസ് കറക്റ്റ്, അല്ലേ? അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് ശരിയായിട്ടുള്ളതെന്നാണ് 84ാമത്തെ ക്വസ്റ്റ്യൻ. ഇത് ഇങ്ങനെ കുറച്ച് സ്പെല്ലിംഗ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, അല്ലേ? മിനിസ്ക്യൂൾ, പെർസ്യൂ, ബൂർഷ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതാണ് ശരിയെന്നുള്ളതാണ്. ആക്ച്വലി ഇതിൽ ശരിയായിട്ടുള്ളത് ഈ 4ാമത്തെ ഓപ്ഷനാണ്. 4ാമത്തെ ഓപ്ഷൻ അതാണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ 4ാമത്തെ ഓപ്ഷൻ ഇവിടെ 4ാമത്തെ ആ ഒരു ഇതാണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ആൻസർ ആയിട്ട് കൊടുത്തിരിക്കുന്നതിൽ ബി വരും. 4 വരുന്നത് ബിയിലാണ്, അല്ലേ? ബി. അപ്പോൾ ബി ഓപ്ഷനാണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. അടുത്ത 85ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ അന്റോണിയം ആണ്, അല്ലെ? അന്റോണി. അപ്പോൾ നോക്കുക. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ട്, അല്ലേ? ആർട്ടിക്കിൾസ് ചോദിച്ചു, പിന്നെ സ്പെല്ലിംഗ് ചോദിച്ചു. അന്റോണിയം ആണ് ഇപ്പോൾ ചോദിക്കുന്നത്, അല്ലേ? അതിൻ്റെ ഓപ്പോസിറ്റ് വേർഡ് ആക്സിഡൻ്റൽ എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് വേർഡാണ് ചോദിച്ചിട്ടുള്ളത്. അന്റോണിയം ഓഫ് ആക്സിഡൻ്റൽ. എന്താണ് ആക്സിഡൻ്റൽ എന്നതിൻ്റെ ഒരു ഓപ്പോസിറ്റ് വേർഡ്?
എന്താണ് അത് ആക്ച്വലി ഇതിനകത്ത് വരുന്നത് ഇൻറ്റൻഷണൽ എന്നുള്ള മൂന്നാമത് കൊടുത്തിരിക്കുന്നതാണ് ഇൻറ്റൻഷണൽ അല്ലെ. ആക്സിഡന്റൽ എന്ന് പറഞ്ഞാൽ ആകസ്മികം എന്നുള്ളതാണ് അല്ലെ. ഇൻറ്റൻഷണൽ എന്ന് പറഞ്ഞാൽ ഉദ്ദേശത്തോടു കൂടിയാണ്. അപ്പോൾ അതിന്റെ ആക്സിഡന്റലിന്റെ അന്റോണിം എന്ന് പറയുന്നത് ഇൻറ്റൻഷണൽ ആണ്. അത് മൂന്നാമത്തെയാണ് വരുന്നത്. അത് മൂന്നാമത്തെ ആ ഒരു ഓപ്ഷനായിട്ട് വരുന്നത് സി ഓപ്ഷൻ ആണ് അല്ലെ. അപ്പോൾ 85 സി ആണ് ആൻസർ. അടുത്ത 86ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഐഡന്റിഫൈ ദ സിനോണിം ആണ് അല്ലെ, പര്യായമാണ്. ഡയാട്രിബ് എന്നുള്ളതിന്റെ സിനോണിം പര്യായമാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ അതിന്റെ പര്യായം 86 ക്വസ്റ്റ്യന്റെ പര്യായം കറക്റ്റായിട്ട് ഇതിൽ വരുന്നത് 4ാമത്തെ ഓപ്ഷനായിട്ട് കൊടുത്തിട്ടുള്ള വെർബൽ അറ്റാക്ക് അഗെയിൻസ്റ്റ് എ പേഴ്സൺ എന്നുള്ളതാണ് അല്ലെ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വാക്കുകൾ കൊണ്ട് അധിക്ഷേപിക്കുക എന്നുള്ളതാണ് ഡയാട്രിബ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം. എന്താണ് വെർബൽ അറ്റാക്ക് അഗെയിൻസ്റ്റ് എ പേഴ്സൺ? അധിക്ഷേപിക്കുക. നമ്മൾ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ അധിക്ഷേപിക്കുന്നതിന്, വാക്കുകൾ പ്രയോഗിച്ചുകൊണ്ട് അധിക്ഷേപിക്കുന്നതിനാണ് ഡയാട്രിബ് എന്ന് പറയുന്നത്. അപ്പോൾ 86ന്റെ ആൻസർ എന്ന് പറയുന്നത് 4ാമത്തെ ഓപ്ഷൻ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് സി ഓപ്ഷനിലാണ്. 4ാമത്തെ ഓപ്ഷൻ വരുന്നത് സി ഓപ്ഷനിലാണ്. അടുത്ത 87ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വൺ വേർഡ് ഫോർ എക്സ്ട്രീം ഫിയർ അല്ലെ. എക്സ്ട്രീം ഫിയർ ഓഫ് ഡോഗ്സ് ആണ് അല്ലെ. നായകളെ അല്ലെങ്കിൽ ഡോഗ്സിനെ അങ്ങേയറ്റം പേടിയുള്ള ഒരു അവസ്ഥയ്ക്ക് പറയുന്ന പേര് സിനോഫോബിയ എന്നാണ്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. 1ാമത്തെ ഓപ്ഷനായിട്ട് വരുന്നത് ഇവിടെ ബി ആണ്, സിനോഫോബിയ അല്ലെ. അപ്പോൾ ഫോബിയയിൽ നിന്ന് ഒരു ചോദ്യം നമുക്ക് വന്നിട്ടുണ്ട്. ഇത് നിങ്ങൾ നോക്കേണ്ടത്, നമ്മളിപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പഠിക്കണം എന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടിയും എങ്ങനെയാണ് അത് പഠിക്കേണ്ടത്? ഏറ്റവും പഴയത് പഠിക്കണോ പുതിയത് പഠിക്കണോ? അവിടെ ഒരു ചോദ്യമുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പഠിക്കേണ്ടത്, ഇപ്പോൾ ജനുവരിയിലാണ് പരീക്ഷ നടക്കുന്നതെങ്കിൽ കഴിഞ്ഞ ഡിസംബർ തൊട്ട് ബാക്കിലേക്കുള്ളത് വേണം ആദ്യം നോക്കി തീർക്കാൻ, എന്നിട്ട് വേണം ഏറ്റവും പിന്നിൽ കിടക്കുന്നത് നോക്കാൻ. അതുകൊണ്ട് ഇതിപ്പോൾ സെപ്റ്റംബറിലെയാണ് 2024. അപ്പോൾ ഇതൊക്കെ തന്നെ നോക്കി വെക്കുക. അപ്പം നമുക്ക് ആ ട്രെൻഡ് കറക്റ്റായിട്ട് നമുക്ക് പിടികിട്ടുന്നതാണ്. ഒരുപക്ഷെ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഇതൊക്കെ റിപ്പീറ്റ് ചെയ്ത് കിട്ടും. അപ്പോൾ 87 ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ലൈക്കാണ് എൻ്റെ സപ്പോർട്ട് എന്ന് പറയുന്നത്. ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ 87ാമത്തെ ആൻസർ എന്ന് പറയുന്നത് ബി ആണ്, ബി ഓപ്ഷൻ ആണ്. അടുത്ത 88ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 88ാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് നോക്കുക. He said that the horse had died in the night. Change into direct speech. ഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഒന്നെങ്കിൽ ഡയറക്റ്റ് സ്പീച്ച് ഇൻഡയറക്റ്റ് ആക്കാനും അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് എന്നിട്ട് ഡയറക്റ്റ് ആക്കാനും കാണും അല്ലേ. അപ്പോൾ നോക്കുക, ഇവിടെ പറയുന്നു he said that the horse had died in the night എന്ന് പറയുന്നു അല്ലേ. ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ കറക്റ്റ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ പറയാം 2ാമത്തെ ഓപ്ഷനാണ്. He said the horse died in the night എന്നുള്ളതാണ് ഇവിടെ ശരിയായിട്ട് വരുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. 88 സെക്കൻഡ്. അപ്പോൾ സെക്കൻഡ് ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ എ ആണ്. അപ്പോൾ 88 എന്താണ്? He said that the horse had died in the night എന്നുള്ളതാണ്. അതിൻ്റെ കറക്റ്റ് ഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുന്നത് he said the horse died in the night എന്നുള്ളതാണ്. അടുത്ത 89ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ നോക്കുക, ചൂസ് ദ കറക്റ്റ് ആൻസർ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് അറിയാം, ഒന്ന് നൈദർ വെച്ചിട്ടുള്ളൊരു പ്രയോഗമാണ്. നൈദർ ഓഫ് ദ ബോയ്സ് ഡാഷ് ഓൺ ടൈം ടു ക്യാച്ച് ദ ബസ് ഹോം എന്ന് കൊടുത്തിരിക്കുന്നു. നൈദർ ഓഫ് ദ ബോയ്സ് ഡാഷ് ഓൺ ടൈം ടു ക്യാച്ച് ദ ബസ് ഹോം എന്ന് കൊടുത്തിരിക്കുന്നു. അപ്പം നൈദർ അല്ലെങ്കിൽ നൈദർ ഓർ ഇതൊക്കെ നമ്മൾ നമുക്ക് പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്, നമുക്കറിയാം അല്ലെ. അത് വെച്ചിട്ട് നമുക്ക് ഇവിടെ ഓപ്ഷനിൽ നിന്നും ശരി ഉത്തരം കണ്ടുപിടിക്കണം. അടുത്ത ബി കൊടുത്തിരിക്കുന്നു, എവരി വൺ ഓഫ് ദം ഡാഷ് ഗോയിങ് ഹോം എയർലി എന്ന് കൊടുത്തിരിക്കുന്നു അല്ലെ. അവിടെയും അല്ലെ നൈദർ, എവരി വൺ ഇതൊക്കെ വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്കറിയാം. ഇവിടെ അപ്പോൾ നമ്മൾ ആ പഠിച്ചത് വെച്ച് നോക്കുമ്പോൾ 89ന്റെ ആൻസർ ആയിട്ട് വരുന്നത് വാസ് ആണ് അല്ലെ, വാസ് അല്ലെ. അപ്പോൾ നൈദറോ എവരി വൺ ഇതൊക്കെ വരുമ്പോൾ സിംഗുലർ യൂസ് ചെയ്യുന്ന ഒരു സ്കീമിലേക്ക് എത്തുമ്പോഴാണ് വാസ് നമ്മൾ ഇവിടെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ വാസ് ആൻസർ ആയിട്ട് വരുന്ന 3ാമത്തെ എന്ന് പറയുന്നത് ഡി ആണ്. 89 ഡി. അടുത്ത 90ാമത്തെ ചോദ്യമാണ്, സ്റ്റേറ്റ് വെദർ ദ ഇറ്റാലൈസ്ഡ് വെർബ് ഈസ് എ ഡൈനാമിക് വെർബ് ഓർ സ്റ്റാറ്റീവ് വെർബ് എന്നുള്ളതാണ് ചോദ്യം. ഇറ്റാലിക്സിൽ കൊടുത്തിട്ടുള്ളത് ഡൈനാമിക് വെർബാണോ സ്റ്റാറ്റീവ് വെർബാണോ എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ പറയുന്നു ഡൈനാമിക് ആൻഡ് സ്റ്റാറ്റീവ് വെർബ്സ് സീം വെരി കൺഫ്യൂസിങ് ടു സം പീപ്പിൾ എന്ന് കൊടുത്തിരിക്കുന്നു. ഇവിടെ ഈ സീം എന്ന് പറയുന്നത് സ്റ്റാറ്റീവ് വെർബാണോ ഡൈനാമിക് വെർബാണോ എന്നുള്ളതാണ് ചോദ്യം. ഇത് ശരിക്കും വെർബിന്റെ തന്നെ കുറച്ച് ഡീപ്പായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഇതൊരു സ്റ്റാറ്റീവ് വെർബാണ്. 90ാമത്തെ ആൻസർ സ്റ്റാറ്റീവ് വെർബ് എന്നുള്ള ആ ഓപ്ഷൻ ബി ആണ് ഇതിൽ വരുന്നത്. അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് മാക്സിമം വേഗത്തിൽ ഇത്തരത്തിലെ അടുത്തിടെ നടന്ന പരീക്ഷകളുടെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി പോകുക എന്നുള്ളതാണ്. അതിൽ ഇംഗ്ലീഷിന്റെ ക്ലാസ് ആയിട്ട് എടുക്കാനല്ല. അപ്പോൾ ഇംഗ്ലീഷിന്റെ ക്ലാസ് ആയിട്ട് എടുക്കുന്ന പ്രഗത്ഭരുടെ യൂട്യൂബ് ക്ലാസ്സുകളൊക്കെ വേറെ ഉണ്ട്, നിങ്ങളത് കാണുക. അപ്പോൾ ഞാൻ ഇത്തരത്തിൽ തരുന്നത് നിങ്ങൾക്കൊരു റിഫ്രഷ്മെന്റ് എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് പോകാൻ പറ്റുന്നതാണ്, ജസ്റ്റ് ഓടിച്ചിട്ടൊക്കെ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വിജയാശംസകൾ. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, നിങ്ങളെ ലൈക്ക് ചെയ്യുക. ലൈക്കാണ് ഏറ്റവും അത്യാവശ്യം, എങ്കിലേ വീഡിയോക്ക് റീച്ച് കിട്ടുകയുള്ളൂ. അപ്പോൾ നിങ്ങളെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്.